നമസ്കാരം. പാർട്ടിയിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ കഴിയാത്തത് പോരായ്മയെന്ന് CPM സംഘടനാ റിപ്പോർട്ട്. PB അംഗങ്ങളുടെ പ്രവർത്തനം ഓരോ വർഷവും വിലയിരുത്താൻ തീരുമാനം. പാർട്ടി അംഗങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തണം. കീഴ്ഘടകങ്ങളിലെ നേതാക്കൾക്ക് കൃത്യമായ പരിശീലനം നൽകണം. ഹിന്ദുത്വ വർഗീയത എതിർക്കാൻ ശക്തമായ പ്രചാരണം നടത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാർട്ടി കോൺഗ്രസ് ഉയർത്തുന്ന ദൗത്യങ്ങൾ PB അംഗങ്ങൾ നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും CPM സംഘടനാ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പാർലമെന്ററി വ്യാമോഹം വിഭാഗീയതയിലേക്കും അഴിമതിയിലേക്കും നയിക്കുന്നു. സോഷ്യലിസം പ്രചരിപ്പിക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ലെന്നും വിമർശിക്കുന്ന റിപ്പോർട്ടിൽ നഗരങ്ങളിൽ പാർപ്പിട മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നും നിർദ്ദേശം നൽകുന്നു. പല സംസ്ഥാന ഘടകങ്ങളും കണക്ക് കൃത്യമായി രേഖപ്പെടുത്തുന്നില്ലെന്നും പ്രായപരിധി കാരണം പിരിയുന്നവർക്ക് ചില സംസ്ഥാനങ്ങൾ ചുമതല നൽകുന്നില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. കേരളത്തെ പുകഴ്ത്തുന്ന സംഘടനാ റിപ്പോർട്ടിൽ പ്രായപരിധിയിൽ ഇളവിന് നിർദ്ദേശം നൽകുന്നില്ല. ആശാപ്രവർത്തകർക്കിടയിൽ പാർട്ടിക്ക് സ്വാധീനക്കുറവുണ്ടെന്നും സംഘടനാ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഇവർക്കായി തൊഴിലാളി യൂണിയനുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പാർട്ടിയെ എതിർക്കുന്നവരുമായി ആശാവർക്കർമാർ ചേർന്ന് നിൽക്കുന്നു. പാർട്ടിക്ക് ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്ന് സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു. ആശാവർക്കർമാരെ പാർട്ടിയോട് അടുപ്പിക്കാൻ കേരളത്തിൽ ശ്രമമില്ല. കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളാണ് ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തിയത്. ആശാവർക്കർമാർ, അംഗനവാടി ജീവനക്കാർ അടക്കമുള്ളവരെ സംഘടിപ്പിക്കുന്നത് പാർട്ടിക്ക് മുതൽക്കൂട്ടാകുമെന്നും സംഘടനാ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. CPMന്റെ 24ാമത് പാർട്ടി കോൺഗ്രസിന് ഇന്ന് മധുരയിലാണ് തുടക്കമാകുന്നത്. മുതിർന്ന നേതാവ് ബിമൻ ബസു സമ്മേളനത്തിന്റെ പതാക ഉയർത്തും. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പുതിയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിരവധി പേരുകളാണ് പാർട്ടി പരിഗണനയിലുള്ളത്. തമിഴ്നാട്ടിലെ ചരിത്ര സാംസ്കാരിക നഗരമായ മധുരയിലെ തമുക്കം മൈതാനത്താണ് CPMന്റെ 24ാം പാർട്ടി കോൺഗ്രസ് ചേരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പ്രതിനിധി സമ്മേളനം. 6-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം റെഡ് വോളണ്ടിയർ മാർച്ച് ആരംഭിക്കും. റിംഗ്ടോൺ ജംഗ്ഷന് സമീപം N. ശങ്കരയ്യ സ്മാരക ഗ്രൗണ്ടിലാണ് പൊതുസമ്മേളനം നടക്കുന്നത്. പ്രായപരിധി കർശനമായി നടപ്പാക്കണോ എന്ന് പാർട്ടി കോൺഗ്രസിൽ തീരുമാനിക്കും. MA ബേബി, അശോക് ധാവ്ള, BV രാഘവലു അടക്കമുള്ളവരുടെ പേരുകളാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. പ്രായപരിധി ഇളവ് നൽകിയാൽ ബൃന്ദ കാരാട്ട് അടക്കമുള്ളവരും പരിഗണിക്കപ്പെട്ടേക്കാം. പുതിയ കേന്ദ്ര കമ്മിറ്റിയിൽ മലയാളികളായ നിരവധി പുതുമുഖങ്ങളും ഉണ്ടായേക്കാം. അതേസമയം കേരളത്തിലെ BJP മുന്നേറ്റത്തിനടക്കം വഴിയൊരുക്കിയത് CPM തന്നെയെന്ന നിഗമനത്തിലാണ് CPM. 24ാം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാനിരിക്കുന്ന കരട് രാഷ്ട്രീയ അവലോകന രേഖയിലായിരുന്നു ഈ ഏറ്റുപറച്ചിൽ. പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലും കേരളത്തിലും BJP RSS ശക്തിപ്പെട്ടത് തങ്ങളുടെ ചെലവിലാണെന്നാണ് CPM സമ്മതിക്കുന്നത്. ഇതിനെ കരുതിയിരിക്കണമെന്നാണ് CPM നൽകുന്ന മുന്നറിയിപ്പ്. CPM ശക്തി കേന്ദ്രങ്ങളിൽ പോലും BJP വോട്ട് ഉയർത്തുകയാണെന്ന് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ BJP വളർച്ചയ്ക്ക് CPM കാരണമാകുന്നുവെന്ന് സംസ്ഥാന റിപ്പോർട്ടിൽ തുറന്ന് സമ്മതിച്ചിരുന്നില്ല. ഇക്കാര്യമാണ് ഇപ്പോൾ പാർട്ടി തുറന്ന് സമ്മതിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് CPMന്റെ ഏറ്റുപറച്ചിൽ. ത്രിപുരയിൽ 2018 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ പാർട്ടി ഹിന്ദുത്വ വർഗീയ ശക്തികളുടെ തുടർച്ചയായ ആക്രമണം നേരിടുകയാണെന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. ബംഗാളിലാകട്ടെ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനു ശേഷം തങ്ങളുടെ ചെലവിൽ BJP മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി. കേരളത്തിലും ഒരു പരിധിവരെ BJPക്ക് മുന്നേറ്റം ഉണ്ടാകാനായി. അതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. BJPയെയും സംഘപരിവാർ സംഘടനകളെയും എതിർക്കുന്ന പാർട്ടി രീതി കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യമുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. വിവിധ കാരണങ്ങളാൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും മതബോധം വർദ്ധിച്ചു വരുന്നുണ്ട്. മതവികാരം ഉപയോഗപ്പെടുത്തി വിശ്വാസികൾക്കിടയിൽ ഹിന്ദുത്വ വർഗീയത വളർത്താൻ ആചാരങ്ങളെയും ഉത്സവാഘോഷങ്ങളെയും RSS ഉപയോഗപ്പെടുത്തുകയാണ്. സ്ത്രീകളെയാണ് അവർ പ്രധാനമായി ലക്ഷ്യമിടുന്നത്. വിശ്വാസത്തെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ വിശ്വാസികളിലേക്ക് ഇറങ്ങിച്ചെന്ന് പാർട്ടി പ്രവർത്തിക്കണം. മതേതര രാഷ്ട്രീയ ബോധത്തിലേക്ക് അവരെ മാറ്റിയെടുക്കണം. ന്യൂനപക്ഷ വർഗീയതയും എതിർക്കേണ്ടത് അനിവാര്യതയാണ്. ഇസ്ലാമിക മതമൗലികവാദത്തെ അതിന്റെ സാമൂഹ്യ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞുകൊണ്ട് ചെറുക്കേണ്ടത് അനിവാര്യമാണെന്നും CPM രേഖ വ്യക്തമാക്കുന്നു. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ BJP പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ ജാഗ്രതയോടെ ഇടപെടണമെന്നും സംസ്ഥാന റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടിയിരുന്നു.